ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കല്യാൺ സാരീസ്, അരയിടത്ത് പാലം, കോഴിക്കോട്. നമസ്കാരം. ജില്ലാ വാർത്തകൾ. എംപിമാരുടെ പ്രാദേശിക വികസന പരിപാടി അനുസരിച്ച് എംപിമാർ നിർദ്ദേശിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും പൊതുജനങ്ങൾക്ക് നൽകുന്നതിനുവേണ്ടി ഫെസിലിറ്റേഷൻ സെന്റർ കോഴിക്കോട്ടും ആരംഭിച്ചു. റിപ്പോർട്ട് പ്രധാന വാർത്തകൾക്കു ശേഷം. ചക്കിട്ടപ്പാറ ഖനനവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശ്വാസയോഗ്യമായ അന്വേഷണം ആവശ്യമാണെന്ന് കെപിസിസി പ്രസിഡന്റ് രമേശ് ചെന്നിത്തല. ഖനനാനുമതി റദ്ദാക്കിയത് സ്വാഗതാർഹമെന്നും ചെന്നിത്തല. സർവീസിൽ നിന്നും വിരമിക്കുന്ന സൈനികർ സംരംഭകരാകണമെന്ന് മന്ത്രി കെ പി മോഹനൻ. സംസ്ഥാനതല സായുധ സേന പതാക ദിനാചരണം കോഴിക്കോട്ട്. പരിസ്ഥിതി സംഘടനകളുടെ പേര് പറഞ്ഞ് വിദേശ ഫണ്ട് കൈപ്പറ്റുന്നവരാണ് പശ്ചിമഘട്ട സംരക്ഷണവാദം ഉന്നയിക്കുന്നതെന്ന് പിണറായി വിജയൻ. വാർത്തകൾ വിശദമായി. ചക്കിട്ടപ്പാറ ഭൂമിയിലെ ഖനനം സംബന്ധിച്ച് കൂടുതൽ വിശ്വാസയോഗ്യമായ അന്വേഷണം ആവശ്യമാണെന്ന് കെപിസിസി പ്രസിഡന്റ് രമേശ് ചെന്നിത്തല. ഖനനാനുമതി റദ്ദാക്കിയത് സ്വാഗതാർഹമാണെന്നും അതേസമയം കൂടുതൽ വിശ്വാസയോഗ്യമായ അന്വേഷണമാണ് പ്രതീക്ഷിക്കുന്നതെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു. ചക്കിട്ടപ്പാറ ഖനന ഭൂമി സന്ദർശിച്ച ശേഷം വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചക്കിട്ടപ്പാറ വനമേഖലയിലെ വിവാദ ഖനന സർവേ സംബന്ധിച്ച് സർക്കാർ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കെയാണ് കൂടുതൽ വിശ്വാസയോഗ്യമായ അന്വേഷണത്തിന് കെപിസിസി പ്രസിഡന്റ് രമേശ് ചെന്നിത്തല ആവശ്യമുന്നയിച്ചിരിക്കുന്നത്. വിജിലൻസിനേക്കാൾ വിശ്വാസയോഗ്യമായ ഒരു ഏജൻസി എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ കൈവശമില്ല. അപ്പോൾ പരസ്യമായി ഉന്നയിച്ചില്ലെങ്കിലും രമേശ് ചെന്നിത്തല ഉന്നം വയ്ക്കുന്നത് എന്താണെന്ന് വ്യക്തം. ഖനന സർവേ വിഷയത്തിൽ സിബിഐ അന്വേഷണം വേണം. മുഖ്യമന്ത്രിക്കും സർക്കാരിനും ഖനന വിവാദത്തിൽ സിപിഎമ്മിനോട് മൃദു സമീപനമാണെന്ന് കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ പോലും അഭിപ്രായം ബലപ്പെട്ടു നിൽക്കെയാണ് കെപിസിസി പ്രസിഡന്റിന്റെ ആവശ്യമെന്നതും ശ്രദ്ധേയം. ഖനന വിവാദത്തിൽ സിബിഐ അന്വേഷണം വേണമെന്ന് കോൺഗ്രസ് നേതാക്കളായ വി.എം. സുധീരനും ടി.എൻ. പ്രതാപൻ എം.എൽ.എയും നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. ഇതിനുശേഷമാണ് സംസ്ഥാന സർക്കാർ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചത്. കൂടുതൽ പ്രബലമായ അന്വേഷണം ആവശ്യപ്പെട്ട് സർക്കാരിനെ തിരുത്തുക കൂടി ചെയ്യുകയാണ് കെപിസിസി പ്രസിഡന്റ് രമേശ് ചെന്നിത്തല. അതേസമയം ഖനന കാര്യത്തിൽ സിപിഎം അനാവശ്യ തിടുക്കം കാണിക്കുകയാണെന്ന് ചെന്നിത്തല കുറ്റപ്പെടുത്തി. സംഭവത്തിൽ മുൻ വ്യവസായ മന്ത്രിയുടെയും ഇടനിലക്കാരുടെയും പങ്ക് ഇനിയും പുറത്തുവരാനുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. എനിക്ക് ബഹുമാനപ്പെട്ട ഗവൺമെന്റിനോട് പറയാനുള്ളത്, ഇന്ന് തന്നെ ഗവൺമെന്റ് ഈ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കണം. പരിസ്ഥിതി സംഘടനകളുടെ പേര് പറഞ്ഞ് വിദേശ ഫണ്ട് പറ്റുന്നവരാണ് പശ്ചിമഘട്ട സംരക്ഷണ വാദം ഉയർത്തുന്നതെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ. കസ്തൂരിരംഗൻ റിപ്പോർട്ട് നടപ്പാക്കുന്നതിനെതിരെ അടിവാരം മേഖലയിൽ നടന്ന അക്രമങ്ങൾ സ്വാഭാവിക പ്രതിഷേധം മാത്രമാണെന്നും അദ്ദേഹം തിരുവമ്പാടിയിൽ പറഞ്ഞു. പരിസ്ഥിതി സംഘടനകളുടെ മറവിൽ വിദേശ ഫണ്ട് പറ്റുന്നവരാണ് അമിതമായ പശ്ചിമഘട്ട സംരക്ഷണവാദം ഉയർത്തുന്നതെന്ന് പിണറായി വിജയൻ പറഞ്ഞു. കോടികളുടെ ഫണ്ടാണ് ഇത്തരത്തിൽ വിദേശത്തുനിന്ന് നാട്ടിലേക്ക് ഒഴുകുന്നത്. റിപ്പോർട്ടിനെതിരെ അടിവാരം മേഖലയിൽ നടന്ന അക്രമങ്ങൾ ജനങ്ങളുടെ സ്വാഭാവിക രോഷപ്രകടനം മാത്രമായിരുന്നെന്നും പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു. കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെതിരെ കോടഞ്ചേരിയിൽ സിപിഎം സംഘടിപ്പിച്ച ജനകീയ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. താമരശ്ശേരിയിലെത്തിയ പിണറായി വിജയൻ രൂപത ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയിലുമായി കൂടിക്കാഴ്ച നടത്തിയത് ഏറെ രാഷ്ട്രീയ ശ്രദ്ധയാകർഷിച്ചു. രാവിലെ 10 ബിഷപ്പ് ഹൌസിലായിരുന്നു കൂടിക്കാഴ്ച. കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെതിരായ സമരത്തിൽ മലയോര ജനത ഒന്നിച്ചു നിൽക്കണമെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പിണറായി വിജയൻ പറഞ്ഞു. അല്ല, ഈ പ്രശ്നത്തിൽ മലയോരവും മലയോരത്തെ ജനങ്ങളും രക്ഷപ്പെടണമെങ്കിൽ എല്ലാവരും ഒന്നിച്ചു നിൽക്കണം. അതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ആ കാര്യത്തിൽ ബിഷപ്പുമായിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. അതാണ് സംസാരിച്ചത്. രാഷ്ട്രീയത്തിൽ ബിഷപ്പ് ഇറങ്ങുന്നുണ്ടോ? ഞാനിതേവരെ മനസ്സിലാക്കിയിട്ടില്ല. സർവീസിൽ നിന്നും വിരമിക്കുന്ന സൈനികർ സംരംഭകരാകണമെന്ന് മന്ത്രി കെ പി മോഹനൻ. കേരള സർക്കാർ സൈനിക ക്ഷേമ വകുപ്പിന്റെ സംസ്ഥാനതല സായുധ സേന പതാക ദിനാചരണവും ബോധവൽക്കരണ സെമിനാറും നളന്ദ ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സായുധസേന പതാക ദിനാചരണത്തിന്റെ ഭാഗമായി 1962 ഇന്തോ ചൈന യുദ്ധം,
1965-ലെയും 1971-ലെയും ഇന്തോ പാക് യുദ്ധം, ശ്രീലങ്കയിലെ ഓപ്പറേഷൻ പവൻ എന്നിവയിൽ വീരമൃത്യു വരിച്ച സൈനികരുടെ 6 വിധവകൾ, വീരമൃത്യു വരിച്ച ഗാലൻട്രി അവാർഡ് നേടിയ യോദ്ധാക്കളുടെ 2 ആശ്രിതർ, വിവിധ ഓപ്പറേഷനുകളിൽ ഗുരുതരമായി പരിക്കേറ്റ 4 വിമുക്ത ഭടന്മാർ എന്നിവരെയാണ് ആദരിച്ചത്. ഹോട്ടൽ ന്യൂ നളന്തയിൽ നടന്ന ചടങ്ങ് കൃഷിവകുപ്പ് മന്ത്രി KP മോഹനൻ ഉദ്ഘാടനം ചെയ്തു. വിരമിച്ച സൈനികരുടെ പുനരധിവാസത്തിനായി സർക്കാർ എല്ലാവിധ സഹായങ്ങളും നൽകുമെന്നും കൃഷിവകുപ്പും മൃഗസംരക്ഷണ വകുപ്പും ഇക്കാര്യത്തിൽ മുന്തിയ പരിഗണന നൽകുമെന്നും മന്ത്രി അറിയിച്ചു. നാട്ടുകാരെയും വീട്ടുകാരെയും വിട്ട് യുവത്വകാലം മുഴുവൻ രാജ്യസേവനത്തിന് വേണ്ടി ഒഴിഞ്ഞുവെച്ച വിമുക്ത ഭടന്മാരുടെ സമൂഹത്തിനേറെ കടപ്പാടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജില്ലാ കളക്ടർ CA ലത അധ്യക്ഷം വഹിച്ചു. സൈനികരുടെ വിധവകളെ അവർ ആദരിച്ചു. വിവിധ ഓപ്പറേഷനുകളിൽ പങ്കെടുത്ത് പരിക്കേറ്റ സൈനികരെ ജില്ലാ പോലീസ് മേധാവി G. സ്പർജൻ കുമാർ ആദരിച്ചു. കേരള സൈനിക സ്മരണിക മന്ത്രി KP മോഹനൻ ജില്ലാ കളക്ടർക്ക് നൽകി പ്രകാശനം ചെയ്തു. ചടങ്ങിൽ വിമുക്ത ഭട സമൂഹത്തിനായി പ്രവർത്തിക്കുന്ന അഡ്വക്കേറ്റ് വിശ്വനാഥൻ, വർഗീസ് കാപ്പിൽ എന്നിവരെയും ആദരിച്ചു. സൈനികക്ഷേമ വകുപ്പ് ഡയറക്ടർ KK ഗോവിന്ദൻ നായർ, ജില്ലാ സൈനിക ബോർഡ് വൈസ് പ്രസിഡന്റ് റിട്ടയർഡ് കേണൽ NV മോഹൻദാസ്, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ ഖാദർ പാലാഴി, എക്സർവീസസ് ലീഗ് ജില്ലാ പ്രസിഡന്റ് റിട്ടയർഡ് കേണൽ NRR വർമ്മരാജ, നാഷണൽ എക്സർവീസ്മെൻ കോർഡിനേഷൻ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് A. വിശ്വനാഥൻ, എക്സർവീസ്മെൻ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് D. രാമദാസ്, ജില്ലാ സൈനികക്ഷേമ ഓഫീസർ NP അബ്ദുൾ അസീസ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിമുക്ത ഭടന്മാർക്കും ആശ്രിതർക്കും സൈനികക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന ക്ഷേമ പരിപാടികളെക്കുറിച്ച് ബോധവൽക്കരണ സെമിനാർ നടന്നു. വേണ്ടത്ര ജാഗ്രതയോടെയല്ല ചില പഞ്ചായത്തുകളിൽ MP ഫണ്ട് ഉപയോഗിക്കുന്നതെന്നും ഈ നിലപാട് മാറ്റി ഫണ്ട് ജനങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി ഉപയോഗിക്കണമെന്നും MK രാഘവൻ MP-മാരുടെ പ്രാദേശിക വികസന പരിപാടിയുടെ ഭാഗമായി ജില്ലയിൽ സ്ഥാപിച്ച ഫെസിലിറ്റേഷൻ സെന്റർ കോഴിക്കോട് സിവിൽ സ്റ്റേഷൻ കോംപ്ലക്സിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. MP-മാരുടെ പ്രാദേശിക വികസന പരിപാടി പ്രകാരം കോഴിക്കോട് ജില്ലയിൽ സ്ഥാപിച്ച ഫെസിലിറ്റേഷൻ സെന്റർ കോഴിക്കോട് സിവിൽ സ്റ്റേഷൻ കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ചു. ഫെസിലിറ്റേഷൻ സെന്റർ MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. ചില പഞ്ചായത്തുകളിൽ MP ഫണ്ട് വേണ്ടത്ര ജാഗ്രതയോടെയല്ല ഉപയോഗിക്കുന്നതെന്നും ഈ നിലപാട് മാറ്റി ജനങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി MP ഫണ്ട് ഉപയോഗിക്കണമെന്നും MP ആവശ്യപ്പെട്ടു. നമ്മൾ ഉദ്ദേശിക്കുന്ന എമൗണ്ട് മതിയാകാതെ വരുന്നു, മറ്റൊരാൾക്ക് നഷ്ടപ്പെടുകയും മറ്റു പ്രദേശം നഷ്ടപ്പെടുകയും ഈ ഒരു സമ്പ്രദായം എനിക്ക് തോന്നുന്നത് ചില സ്ഥലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ കോർപ്പറേഷനകത്തും ഉണ്ട്. അത് സത്യമാണ്. അതിൽ വേണ്ടത്ര ജാഗ്രത കാണിക്കുന്ന കാര്യത്തിൽ എന്തോ എവിടെയോ ഒരു പാളിക്കുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ്. MP-മാർ നിർദ്ദേശിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും പൌരന്മാർക്ക് ലഭ്യമാകുന്നതിനു വേണ്ടിയാണ് ജില്ലകൾ കേന്ദ്രീകരിച്ച് ഫെസിലിറ്റേഷൻ സെന്ററുകൾ ആരംഭിക്കാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. ചടങ്ങിൽ ജില്ലാ കളക്ടർ CA ലത അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല, സൂപ്പി നെരിക്കാട്ടേരി, VP ജോസഫ്, K. പ്രദീപൻ, ഡെപ്യൂട്ടി ജില്ലാ പ്ലാനിംഗ് ഓഫീസർ KM സുരേഷ് എന്നിവർ സംസാരിച്ചു. ചക്കിട്ടപ്പാറ ഖനനാനുമതിയുമായി ബന്ധപ്പെട്ട് നടത്തിയ സർവകക്ഷി യോഗത്തിൽ MSPL കമ്പനി പ്രതിനിധികളെ പങ്കെടുപ്പിച്ചതും സദസ്സിന് പരിചയപ്പെടുത്തിയതും കൊയിലാണ്ടി തഹസിൽദാരാണെന്ന് പേരാമ്പ്ര MLA K. കുഞ്ഞമ്മദ് മാസ്റ്റർ. വസ്തുതകൾക്ക് വിരുദ്ധമായി പേരാമ്പ്ര MLA-യെക്കുറിച്ചും പഞ്ചായത്ത് പ്രസിഡന്റിനെക്കുറിച്ചും കോൺഗ്രസ് ഉന്നയിച്ച കുപ്രചരണങ്ങൾ തള്ളിക്കളയണമെന്നും MLA K. കുഞ്ഞമ്മദ് മാസ്റ്റർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സാധാരണ ഈ പഞ്ചായത്ത് പ്രസിഡന്റോ MLA ഒന്നും തന്നെ സംസ്ഥാന അടിസ്ഥാനത്തിൽ എടുക്കുന്ന ഇത്തരം തീരുമാനങ്ങൾ ഒന്നും അറിയേണ്ട ആവശ്യമില്ല. ഇതുപോലുള്ള ചില പ്രശ്നങ്ങൾ വരുന്നതിന് മാത്രമാണ് അറിയുന്നത്. 2010 ചക്കിട്ടപ്പാറയിലെ ഖനനഭൂമി വന്യജീവി സങ്കേതമായി പ്രഖ്യാപിക്കപ്പെട്ടതാണ്. 2013 ഈ സ്ഥലം പരിസ്ഥിതി ലോല മേഖലയായും ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ കമ്മീഷൻ നോട്ടിഫൈ ചെയ്തു. ഈ സന്ദർഭത്തിലാണ് UDF സർക്കാർ പ്രത്യേക യോഗം ചേർന്ന് ഖനനത്തിന് അനുമതി നൽകിയത്. സർവേക്കായി ചക്കിട്ടപ്പാറയിലെത്തിയ MSPL കമ്പനിയെ CPM-ന്റെ നേതൃത്വത്തിലുള്ള ആക്ഷൻ കമ്മിറ്റിയാണ് തടഞ്ഞത്. ഇതിനുശേഷം കൊയിലാണ്ടി തഹസിൽദാർ സജീവ് ദാമോദരന്റെ നേതൃത്വത്തിലാണ് സർവകക്ഷി യോഗം വിളിക്കുന്നത്. യോഗത്തിൽ MSPL കമ്പനി പ്രതിനിധികളെ പങ്കെടുപ്പിച്ചതും പരിചയപ്പെടുത്തിയതും തഹസിൽദാറാണ്. കമ്പനി പ്രതിനിധികളെ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരെന്ന് MLA പരിചയപ്പെടുത്തിയെന്ന കോൺഗ്രസിന്റെ പ്രചരണം തെറ്റാണെന്ന് MLA K. കുഞ്ഞമ്മദ് മാസ്റ്റർ പറഞ്ഞു. പശ്ചിമഘട്ട സംരക്ഷണം എന്ന ഗൌരവമേറിയ പ്രശ്നം നിലവിലുള്ളപ്പോൾ അത്തരം ഭൂമിയിൽ ഖനനത്തിന് അനുമതി നൽകിയ മുഖ്യമന്ത്രിക്കും വകുപ്പ് മേധാവികൾക്കുമെതിരെ അന്വേഷണം നടത്തി നടപടിയെടുക്കണമെന്നും ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. സുനിലും പേരാമ്പ്ര MLA K. കുഞ്ഞമ്മദ് മാസ്റ്ററും വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ജില്ലാ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. The handcrafted collection by Kalyan Sarees. അരയിടത്ത് പാലം, കോഴിക്കോട്.
കാഴ്ചയുടെ വിലയെന്തെന്ന് ഇവർക്കേ അറിയൂ, മറ്റാരെക്കാളും. പൂർണ്ണ അർത്ഥത്തിൽ ഞങ്ങളത് തിരിച്ചറിയുന്നു. കാഴ്ച നൽകുകയെന്നാൽ ജീവൻ നൽകുന്നതിന് തുല്യമാണെന്ന ഉത്തമ ബോധ്യത്തോടെ കാഴ്ചയുടെ ലോകത്തിന്റെ കാവൽക്കാരാകാൻ ഞങ്ങൾ സമർപ്പിത സേവനം ചെയ്യുന്നു, കണ്ണിമ ചിമ്മാതെ. പൂർണ്ണ അന്ധത പോലും പരിഹരിച്ച മികവിന് സംസ്ഥാനതല അവാർഡിന്റെ തിളക്കവുമായി കണ്ണ് DND ചികിത്സയിൽ ജീവനും ഉത്തര മലബാറിന്റെ അഭിമാനവും കേരളത്തിന്റെ പ്രതീക്ഷയുമാകുന്നു. അനുഭവ സാക്ഷ്യം മുഖമുദ്രയാകുമ്പോൾ അവകാശവാദങ്ങൾ പിന്നെന്തിന്? ജീവനം ആയുർവേദ ആശുപത്രി, പള്ളിയാമൂല, 6-ാം ഘട്ടം, കണ്ണൂർ. 34ാമത് സഹകരണ നിക്ഷേപ സമാഹരണ യജ്ഞം 2013. സഹകരണ ബാങ്കുകളിലും സഹകരണ സ്ഥാപനങ്ങളിലും നിക്ഷേപങ്ങൾക്ക് മറ്റാരും നൽകാത്ത ഉയർന്ന പലിശ, മുതിർന്ന പൌരന്മാർക്ക് 0.5% അധിക പലിശ. കോഴിക്കോട് ജില്ലാ സഹകരണ ബാങ്ക്, സർവീസ് റൂറൽ സഹകരണ ബാങ്കുകൾ, അർബൻ സഹകരണ ബാങ്കുകൾ, കാർഷിക സഹകരണ ഗ്രാമവികസന ബാങ്കുകൾ, അർബൻ എംപ്ലോയീസ്, വനിതാ, ഫാർമേഴ്സ്, ഹൌസിംഗ് സഹകരണ സംഘങ്ങളിലും ഉയർന്ന പലിശ ലഭിക്കുന്നു. മികച്ച ആദായം നേടാൻ സഹകരണ സ്ഥാപനങ്ങളിൽ നിക്ഷേപിക്കുക. സഹകരണ സ്ഥാപനങ്ങളിൽ ഉയർന്ന പലിശ. ഈ ആനുകൂല്യം 2013 ഡിസംബർ 31 വരെ മാത്രം. ചേച്ചി റെഡി? എങ്ങനെ, നന്നായിട്ടുണ്ടോ? ജ്വല്ലറി ഒന്നും ഇടുന്നില്ലേ? ജ്വല്ലറി കൂളറി എനിക്ക് വേണ്ട. എല്ലാ ഫ്രണ്ട്സും കളിയാക്കില്ലേ. ഓൾസോ ഓൾ ദിസ് ഇസ് നോട്ട് കൂൾ എനിമോർ. കൂളല്ല പോലും. നിന്നെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാട്ടോ. ചേച്ചി ഹായ്. 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 ഇപ്പൊ എന്തു പറയുന്നു നിന്റെ ഫ്രണ്ട്സ്? ഇപ്പൊ പുതിയൊരു പ്രോബ്ലം തുടങ്ങി. Mind Diamonds from Malabar Golden Diamonds. വാർത്തകൾ തുടരുന്നു. രാഹുൽ ഗാന്ധിക്കെതിരെ പരാമർശിച്ച വാർത്തകൾ മാധ്യമങ്ങൾ വളച്ചൊടിച്ചെന്ന് മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി ET മുഹമ്മദ് ബഷീർ. നെഹ്റു കുടുംബത്തോട് വൈകാരികമായ ബന്ധമുണ്ട്, അത് രാഹുൽ ഗാന്ധിയോടുമുണ്ട്. രാഹുൽ ഗാന്ധിയെ മുൻനിർത്തിയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടതെന്നും UPA സർക്കാർ മികച്ച നേട്ടങ്ങൾ കൈവരിച്ചെങ്കിലും അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ UPA പരാജയപ്പെട്ടെന്നും ET മുഹമ്മദ് ബഷീർ കോഴിക്കോട്ട് പറഞ്ഞു. പറഞ്ഞിട്ടുള്ള സംഗതി ആരെന്ത് പറഞ്ഞു അങ്ങനെ പറഞ്ഞു ഞാൻ പറയുന്നില്ല. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൃത്യമാണ്. അതിന് ഇതിന് ഏതെങ്കിലും ഒരു പോർഷൻ എങ്ങനെ അടർത്തിയെടുത്ത് ട്വിസ്റ്റ് ചെയ്ത് വളച്ച് തിരിച്ച് പറഞ്ഞതിനെതിരായിട്ടുള്ള ഒരു ഇന്റർപ്രിറ്റേഷൻ കൊടുത്ത നടപടി ശരിയല്ല. ഞാൻ പറഞ്ഞിട്ടുള്ളത് കൃത്യമായിട്ടുള്ള ഈ വാല്യുവേഷൻസ്. കേരള ഗവൺമെന്റ് ജൂനിയർ പബ്ലിക് ഹെൽത്ത് ആൻഡ് സൂപ്പർവൈസേഴ്സ് യൂണിയന്റെ കോഴിക്കോട് ജില്ലാ ലയന സമ്മേളനം MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. ചക്കോരത്തുകുളം റോട്ടറി യൂത്ത് സെന്റർ ഹാളിൽ സംഘടിപ്പിച്ച സമ്മേളനത്തിൽ യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി N ശാന്തകുമാരി അമ്മ അധ്യക്ഷയായിരുന്നു. കേരള ഗവൺമെന്റ് ജൂനിയർ പബ്ലിക് ഹെൽത്ത് ആൻഡ് സൂപ്പർവൈസേഴ്സ് യൂണിയന്റെ കോഴിക്കോട് ജില്ലാ ലയന സമ്മേളനം ചക്കോരത്തുകുളം റോട്ടറി യൂത്ത് സെന്റർ ഹാളിൽ സംഘടിപ്പിച്ചു. MK രാഘവൻ MP സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജീവനക്കാരുടെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും നേടിയെടുക്കുന്നതിനു വേണ്ടി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. ഇതുപോലെ തന്നെ നമ്മൾ ഡെപ്യൂട്ടി എഡ്യൂക്കേഷൻ ആൻഡ് മാസ് മീഡിയ ഓഫീസർമാരുടെ പോസ്റ്റിലേക്ക് ഇപ്പോൾ ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് വിംഗിൽ നിന്നുള്ള ആളുകളെ പോസ്റ്റ് ചെയ്യുന്നത് പോലെ സമാന വിദ്യാഭ്യാസ യോഗ്യതയുള്ള നമ്മുടെ JPSമാരിൽ നിന്ന് LHIമാരിൽ നിന്നും അല്ലെങ്കിൽ LHSമാരിൽ നിന്നും അതേ 50% ഇപ്പം HIVനാണ് കൊടുക്കുന്നത്. ബാക്കിയുള്ള 50% PSC ആണ്. അത് JPSമാരിൽ നിന്ന് എടുക്കാൻ വേണ്ടുന്ന ഒരു നടപടി കൂടി ഉണ്ടാവണം. അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിലാണ്. വർഷങ്ങളായിട്ട് നമ്മൾ തീർച്ചയായിട്ടും അത് സാധിച്ചു കിട്ടും എന്ന് തന്നെയാണ് എനിക്ക്. സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി N ശാന്തകുമാരി അമ്മ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ കോർപ്പറേഷൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M രാധാകൃഷ്ണൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. KGMO സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ഡോക്ടർ K വേണുഗോപാൽ, RCH ഓഫീസർ ഡോക്ടർ ആശാദേവി, ഡോക്ടർ A ബാബുരാജ്, MCH ഓഫീസർ CK ഏലിയാമ്മ, NGO അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി NP ബാലകൃഷ്ണൻ, JS ഇന്ദിരാമ, AP മണി, KP രാധാകൃഷ്ണൻ, സുനു, VM മേരി എന്നിവർ സംബന്ധിച്ചു. റീറോളിംഗ് മിൽ സ്ഥാപിക്കാനുള്ള പ്രവർത്തനവുമായി മുമ്പോട്ടു പോകുന്ന ചെറുവണ്ണൂർ സ്റ്റീൽ കോംപ്ലക്സിന് ഇൻകം ടാക്സ് പിന്നോട്ട് വലിക്കുന്നു. കുടിശ്ശികയുള്ള 2,39,00,000 തിരിച്ചുപിടിക്കാൻ ഇൻകം ടാക്സ് അധികൃതർ നിയമ നടപടികൾ ആരംഭിച്ചു. ഇതോടെ റീറോളിംഗ് മിൽ സ്ഥാപിക്കാനുള്ള നീക്കം മന്ദഗതിയിലായി. കോഴിക്കോട്ടും കൊച്ചിയിലുമുള്ള ആദായനികുതി വകുപ്പ് മേധാവികൾ ഇൻകം ടാക്സ് ഡയറക്ടർ ജനറൽ അയച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നികുതി കുടിശ്ശിക പലിശയോടെ വസൂലാക്കാൻ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്.
2,39,26,976 രൂപ കമ്പനി ആദായ നികുതിയായി അടയ്ക്കാനുണ്ടെന്നാണ് നോട്ടീസിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. നികുതിയുടെ കുടിശ്ശിക മുഴുവനായും വസൂലാക്കി തീരുന്നതുവരെ കമ്പനി സ്വത്തുക്കൾ അന്യാധീനപ്പെടുന്നതിൽ നിന്ന് വിലക്ക് കൽപ്പിക്കാനും കേസിൽ വിചാരണ ആരംഭിക്കാനും ആദായനികുതി വകുപ്പ് ഡയറക്ടർ ജനറൽ BFSR കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ ബോധിപ്പിക്കുന്നു. സ്റ്റീൽ കോംപ്ലക്സിനെതിരെ ആദായനികുതി കുടിശ്ശിക ഈടാക്കാനുള്ള കേന്ദ്ര ധനകാര്യ വകുപ്പിന്റെ നടപടി വിമർശന വിധേയമായിട്ടുണ്ട്. റീറോളിംഗ് മിൽ തുടങ്ങാൻ 45 കോടി രൂപ കനറ ബാങ്കിനോട് ആവശ്യപ്പെട്ടതിനാൽ ഇതിനകം 4 കോടി രൂപയെ ലഭിച്ചിട്ടുള്ളൂ. ബാക്കി തുക റീറോളിംഗ് മില്ലിന്റെ നിർമ്മാണ പുരോഗതി അനുസരിച്ച് നിബന്ധനകളോടെ ഗഡുക്കളായി മാത്രമേ ലഭിക്കുകയുള്ളൂ. കമ്പനിയിലെ ഉരുക്കുൽപാദനം ത്വരിതപ്പെടുത്താൻ പര്യാപ്തമായ റീറോളിംഗ് മില്ലിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ 18 മാസം വേണ്ടിവരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും കഴിവതും വേഗം നിർമ്മാണം പൂർത്തീകരിക്കാൻ കമ്പനി അധികൃതർ ശ്രമം നടത്തിവരികയാണ്. ആദായനികുതി കുടിശ്ശിക തിരിച്ചടയ്ക്കാൻ എന്തായാലും കമ്പനിയുടെ സാമ്പത്തിക നില അനുവദിക്കില്ല. കമ്പനി ഇത് സംബന്ധിച്ച് നിയമോപദേശവും തേടിയിട്ടുണ്ട്. BIFR കോടതിയിൽ നടന്ന അന്തിമ വിചാരണയിൽ 6 കോടി രൂപയുടെ വിറ്റുവരവിലേക്ക് കമ്പനി പ്രാപ്തമാകുമെന്ന രേഖാമൂലമായ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് സ്റ്റീൽ കോംപ്ലക്സിനെ പീഡിത വ്യവസായ നിർമ്മാണ പരിധിയിൽ നിന്ന് കോടതി മോചിപ്പിച്ചത്. കമ്പനിയിലെ തൊഴിലാളികളും സ്റ്റാഫും മാനേജ്മെന്റും കൂട്ടായ യജ്ഞത്തിലൂടെ കമ്പനിയെ രക്ഷപ്പെടുത്താനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് കേന്ദ്ര നടപടി വന്നിരിക്കുന്നത്. അതും കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ സെയിലും കേരള സർക്കാർ സ്ഥാപനമായ സ്റ്റീൽ കോംപ്ലക്സും ആരംഭിച്ച കൂട്ടു സംരംഭത്തിനെതിരെ. കമ്പനിയുടെ ഓഹരി ഉടമകളുടെ യോഗവും ഡയറക്ട് ബോർഡ് യോഗവും അടുത്തു തന്നെ ചേരും. ആദായനികുതി കുടിശ്ശിക തിരിച്ചടവ് സംബന്ധിച്ച് കമ്പനിക്ക് അനുകൂലമായ നിയമോപദേശം ലഭിച്ചിട്ടുണ്ടെന്നാണ് സൂചന. പ്രവർത്തന മൂലധനത്തിന്റെ കുറവും അത് സ്വരൂപിക്കുന്നതിൽ ബാങ്കുകളുടെ ഭാഗത്തുനിന്ന് നേരത്തെയുണ്ടായിരുന്ന നിസ്സഹകരണവും മൂലം കമ്പനിക്ക് പ്രതീക്ഷിച്ചത്ര ഉൽപാദനം ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നില്ല. CPIM-ന് മുസ്ലിം സമൂഹത്തിലുള്ള പിൻബലം പോലും ജമാഅത്തിനില്ലെന്ന് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ P. ജയരാജൻ. ഹൈന്ദവ ഫാസിസ്റ്റുകൾ ബാബറി മസ്ജിദ് തകർത്തതിന്റെ ദുരന്ത സ്മരണ പുതുക്കി കേളുകെട്ടൻ പഠന ഗവേഷണ കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച മതനിരപേക്ഷ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തെരഞ്ഞെടുപ്പിൽ കാണിച്ചു തരാമെന്ന് ഭീഷണിപ്പെടുത്തുന്ന ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം ജനസമൂഹത്തിൽ തങ്ങൾക്കുള്ള പിന്തുണയെക്കുറിച്ച് സ്വയം വിലയിരുത്തണമെന്ന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ P. ജയരാജൻ ആവശ്യപ്പെട്ടു. ഹൈന്ദവ ഫാസിസ്റ്റുകൾ ബാബറി മസ്ജിദ് തകർത്തതിന്റെ ദുരന്ത സ്മരണ പുതുക്കി കേളുവെട്ടൻ പഠന ഗവേഷണ കേന്ദ്രം സംഘടിപ്പിച്ച മതനിരപേക്ഷ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൊണ്ടുവന്നിട്ടുള്ള ഭേദഗതിയെ നിൽക്കുന്നു എന്നാണ് ഭരണഘടനാ നിർമ്മാണ സമിതി വ്യക്തമാക്കി. അങ്ങനെയാണെങ്കിൽ ഭരണഘടന എന്നത് ഈ രാജ്യത്തിലെ ജനങ്ങളും ചിന്തിക്കേണ്ട കാര്യമാണ്, ഭരണാധികാരികൾ മറുപടി പറയേണ്ട കാര്യവുമാണ്. ഇവിടെയാണ് ഈ മതനിരപേക്ഷതയുടെ തത്വങ്ങൾ എത്രമാത്രം ഈ രാജ്യത്ത് പാലിക്കാൻ ഭരണാധികാരിയെ താല്പര്യപ്പെടുത്തിയിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ ചർച്ച ചെയ്യണം. NGO യൂണിയൻ ഹാളിൽ ചേർന്ന ചടങ്ങിൽ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം K. ചന്ദ്രൻ അധ്യക്ഷനായിരുന്നു. ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി, പഠനകേന്ദ്രം ഡയറക്ടർ KT കുഞ്ഞിക്കണ്ണൻ, KKC പിള്ള എന്നിവർ സംബന്ധിച്ചു. അംബേദ്കർ ജനപരിഷത്ത് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഡോക്ടർ BR അംബേദ്കർ അനുസ്മരണ സമ്മേളനവും ഉപവാസവും സംഘടിപ്പിച്ചു. ഉപവാസ സമരം അംബേദ്കർ ജനപരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് രാംദാസ് വേങ്ങേരി ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ BR അംബേദ്കറുടെ 57ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് അംബേദ്കർ ജനപരിഷത്ത് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അംബേദ്കർ അനുസ്മരണ സമ്മേളനവും ഉപവാസ സമരവും നടത്തി. ഉപവാസ സമരം സംസ്ഥാന പ്രസിഡന്റ് രാംദാസ് വേങ്ങേരി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് സുധീഷ് കുമാർ പെരുന്തുരുത്തി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി TV ബാലൻ പുല്ലാളൂർ, ജില്ലാ ജനറൽ സെക്രട്ടറി രാജേഷ് മുഖവൂർ, P. അനിൽ ബാബു, ശാന്തിനി മായനാട്, തങ്കം പറമ്പിൽ, CT വിജയ പോലൂർ, M. ശോഭ, N. ഗിരീഷ് കുമാർ, സുഗീഷ് ബാബു, ജോൺസൺ നെല്ലിക്കുന്ന്, T. തങ്കമണി, പ്രകാശൻ കുത്തേടത്ത് എന്നിവർ സംബന്ധിച്ചു. മിംസ് അക്കാദമിയുടെ ഭാഗമായ മിംസ് കോളേജ് ഓഫ് നഴ്സിംഗ് നാക്കിന്റെ പരിശോധനയ്ക്ക് സജ്ജമായതായി മിംസ് സ്കൂൾ ഓഫ് നഴ്സിംഗ് സാരഥികൾ പറഞ്ഞു. കേരള സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥാപനം നാക്ക് പരിശോധനയ്ക്ക് വിധേയമാകുന്നത്. നാക്ക് സമിതി ഡിസംബർ 9 മുതൽ 11 വരെ വാഴയൂരിലുള്ള മിംസ് നഴ്സിംഗ് കോളേജിൽ സന്ദർശനം നടത്തും. ആധുനിക ചികിത്സാ സേവന രംഗത്ത് ഏറ്റവും ശ്രദ്ധേയമായ സേവന മുദ്രകൾ പതിപ്പിച്ചിട്ടുള്ള സ്ഥാപനമാണ് മിംസ് ഹോസ്പിറ്റൽ. മിംസിലെ ആരോഗ്യ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ഏകീകരിക്കുന്നതിനും കൃത്യമായി നടപ്പിലാക്കുന്നതിനും ഒരു പ്രത്യേക വിഭാഗം മിംസ് അക്കാദമി എന്ന പേരിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. മിംസ് അക്കാദമിയുടെ ഭാഗമായ മിംസ് കോളേജ് ഓഫ് നഴ്സിംഗ് നാക്ക് പരിശോധനയ്ക്കായി സജ്ജമായതായി മിംസ് അക്കാദമി സാരഥികൾ അറിയിച്ചു. ഇതിനായി മിംസ് കോളേജ് ഓഫ് നഴ്സിംഗ് റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിലുള്ള നാക്ക് സമിതിയുടെ കോളേജ് സന്ദർശനം ഡിസംബർ 9 മുതൽ 11 വരെ നടക്കും. മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തെയും നഴ്സിംഗ് വിദ്യാഭ്യാസ രംഗത്തെയും പ്രഗത്ഭരായ ഡോക്ടർ ചന്ദ്രശേഖരൻ ഷെട്ടി, ഡോക്ടർ മഞ്ജു വാത്സ, ഡോക്ടർ താപ്തി ഭട്ടാചാര്യ എന്നിവരാണ് കോളേജ് സന്ദർശനത്തിനായി എത്തുന്നത്.
കേരള സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് ഒരു ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥാപനം നാക് പരിശോധനയ്ക്ക് വിധേയമാകുന്നത്. ഇതിലൂടെ ഗുണമേന്മയുള്ള നഴ്സിംഗ് വിദ്യാഭ്യാസം രാജ്യത്തിന് സമർപ്പിക്കാൻ കഴിയുമെന്ന് പ്രത്യാശിക്കുന്നതായും സാരഥികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ജില്ലാ വാർത്തകളിൽ മറ്റൊരിടവേള. The handcrafted collection by Kalyan Sarees. അരയിടത്ത് പാലം, കോഴിക്കോട്. ലോകത്തിന്റെ ഏത് കോണിലും നമ്മൾ ഇന്ത്യക്കാരുണ്ടാകും. നമ്മുടെ വേറിട്ട സംസ്കാരങ്ങളുണ്ടാകും. ആ സംസ്കാരത്തിന് പ്രൗഢിയേകുവാൻ പട്ടിലെ സൃഷ്ടികളുണ്ടാകും. അവയ്ക്ക് ആരാധകരുണ്ടാകും. ഒരു നൂറ്റാണ്ടിലേറെയായി ഇന്ത്യയുടെ അഭിമാനമായ പട്ടിന് പേരൊന്നേയുള്ളൂ, കല്യാൺ സിൽക്സ്. കല്യാൺ സിൽക്സ്, ഇതിലും നല്ല പട്ട് സ്വപ്നങ്ങളിൽ മാത്രം. 16 ഷോറൂമുകൾ, അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഷോറൂം ശൃംഖല. വാർത്തകൾ തുടരുന്നു. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പാക്കുന്ന വിവിധ ക്ഷേമ പദ്ധതികൾ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് സമയബന്ധിതമായി നിയോജക മണ്ഡലത്തിൽ നടപ്പാക്കുമെന്ന് കെ ദാസൻ MLA കൊയിലാണ്ടിയിൽ സംഘടിപ്പിച്ച വകുപ്പ് മേധാവികളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പാക്കുന്ന വിവിധ ക്ഷേമ പദ്ധതികൾ വിവിധ വകുപ്പുകളെ ഏകോപിച്ച് നിയോജക മണ്ഡലത്തിൽ സമയബന്ധിതമായി നടപ്പാക്കുമെന്ന് കെ ദാസൻ MLA പറഞ്ഞു. കൊയിലാണ്ടിൽ നടന്ന വകുപ്പ് മേധാവികളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KDS സഹകരണത്തോടെ വീടുകൾ തോറും സർവേ നടത്തി അവശത അനുഭവിക്കുന്നവരെ കണ്ടെത്തുകയും സഹായ പദ്ധതികൾ അവർക്ക് ലഭ്യമാകുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രവർത്തന പരിപാടികൾ ആരംഭിക്കുന്നതെന്നും 1 മാസത്തിനകം സർവേ പൂർത്തിയാക്കുമെന്നും MLA പറഞ്ഞു. പഞ്ചായത്തുകളുടെ സഹകരണത്തോടെയാണ് നിയോജക മണ്ഡലത്തിൽ പദ്ധതികൾ പൂർത്തിയാക്കുക. കൊയിലാണ്ടി നെസ്റ്റ് ഈ പദ്ധതിയുടെ ഹെൽപ്പ് ഡെസ്കായി പ്രവർത്തിക്കും. സാമൂഹ്യ സുരക്ഷാ മിഷൻ റീജിയണൽ ഡയറക്ടർ യൂനസ് കോർഡിനേറ്ററും MLA ചെയർമാനുമായി നിർവഹണ സമിതിയും ഇതിനായി രൂപീകരിച്ചിട്ടുണ്ട്. യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ കെ ശാന്ത, പന്തലായിനി ബ്ലോക്ക് പ്രസിഡന്റ് TV ചന്ദ്രഹാസൻ, മേലടി ബ്ലോക്ക് പ്രസിഡന്റ് കുറ്റിൽ ശാന്ത, ചേമഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് അനിത മതിലിച്ചേരി, മൂടാടി പ്രസിഡന്റ് ജീവാനന്ദൻ, ചെങ്ങോട്ടുകാവ് വൈസ് പ്രസിഡന്റ് ഹമീദ്, പയ്യോളി പ്രസിഡന്റ് KT സിന്ധു, KDS ജില്ലാ പ്രോഗ്രാം ഓഫീസർ TP സാറമ്മ, സാമൂഹ്യനീതി വകുപ്പ് ജില്ലാ ഓഫീസർ P അബ്ദുൾ സമദ്, കൊയിലാണ്ടി മേലടി വടകര AEOമാർ, SSA ജില്ലാ പ്രൊജക്ട് ഓഫീസർ, KDS സൂപ്പർവൈസർമാർ, ചീഫ് മെഡിക്കൽ ഓഫീസർമാർ, പന്തലായിനി BDO PV സോമൻ, താലൂക്ക് ഗവൺമെന്റ് ആശുപത്രി RMO ഡോക്ടർ സതീഷ്, ഹെൽത്ത് സൂപ്പർവൈസർമാർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ബേപ്പൂർ മത്സ്യബന്ധന തുറമുഖത്ത് പുതിയ പാർക്കിംഗ് ഏരിയ ഒരുങ്ങുന്നു. 4200 ചതുരശ്ര മീറ്ററിൽ വാർഫിൽ ഫിഷറീസ് സ്റ്റേഷൻ മുതൽ ലേലപ്പുര വരെയാണ് പാർക്കിംഗ് ഏരിയ സജ്ജമാക്കുന്നത്. ഇപ്പോൾ പുരോഗമിക്കുന്ന കരിങ്കല്ലുകൾ പാകിയുള്ള പ്രവൃത്തി പൂർത്തിയായാൽ കോൺക്രീറ്റിംഗ് തുടങ്ങാനാണ് ലക്ഷ്യമിടുന്നത്. ദേശീയ മത്സ്യത്തൊഴിലാളി വികസന ബോർഡ് അനുവദിച്ച 2.99 കോടി രൂപയുടെ നവീകരണ പദ്ധതിയിൽ 115 ലക്ഷം ചെലവിട്ടാണ് ഹാർബറിൽ പാർക്കിംഗ് സൌകര്യം വിപുലപ്പെടുത്തുന്നത്. 50ഓളം ലോറികൾ പുതിയ പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിടാനാകുമെന്ന് പ്രവൃത്തിയുടെ മേൽനോട്ടം വഹിക്കുന്ന ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് അധികൃതർ പറഞ്ഞു. ഇതോടൊപ്പം നടത്തുന്ന ലേലപ്പുരയുടെ പുനരുദ്ധാരണം ഇതിനകം പൂർത്തിയായിട്ടുണ്ട്. പറവകളും മറ്റും അകത്ത് കയറാതിരിക്കാൻ പൂർണ്ണമായും നെറ്റ് ഉപയോഗിച്ചുള്ള സുരക്ഷിതമാക്കിയാണ് ലേലപ്പുര സജ്ജമാക്കിയത്. ഹാർബറിനെ രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന് യൂറോപ്യൻ മാനദണ്ഡങ്ങൾക്കനുസരിച്ചാണ് പണികൾ നടക്കുന്നത്. 4 വ്യത്യസ്ത കരാറിലാണ് നിർമ്മാണം. വെയിലും മഴയും ഏൽക്കാതെ ലേലപ്പുരയിൽ നിന്നും മത്സ്യം സുരക്ഷിതമായി വാഹനങ്ങൾ കയറ്റുന്നതിനുള്ള ഷെഡിന്റെ പണിയും ഇതോടൊപ്പം നടക്കുന്നുണ്ട്. ഓവുചാലും വല അറ്റകുറ്റപ്പണിക്കുമുള്ള ഷെഡ് പൂർത്തിയാക്കുന്ന മുറയ്ക്ക് ലേലപ്പുര ഉപയോഗത്തിന് കൈമാറാനാണ് അധികൃതർ പദ്ധതിയിടുന്നത്. അടിസ്ഥാന സൌകര്യങ്ങൾ ഇല്ലാത്തതിനാൽ ഉദ്ഘാടനം കഴിഞ്ഞ് 2 വർഷം പിന്നിട്ട ലേലപ്പുര ഉപയോഗശൂന്യമായിരുന്നു. വെള്ളവും ഡ്രെയിനേജും ഇല്ലാത്തത് മത്സ്യം തരംതിരിക്കാനും പ്രയാസമുണ്ടാക്കി. ഇത് പരാതിക്ക് വഴിവെച്ചതോടെയാണ് കേന്ദ്രാവിഷ്കൃത പദ്ധതിയിൽ ഹാർബറിൽ സമഗ്ര വികസനം എത്തിക്കുന്നത്. ആശാ വർക്കേഴ്സ് യൂണിയൻ CITU ജില്ലാ സമ്മേളനം കൊയിലാണ്ടി ദേവിവിലാസം ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. സമ്മേളനം CITU ജില്ലാ ജനറൽ സെക്രട്ടറി T ദാസൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആശാ വർക്കേഴ്സ് CITU 3ാം ജില്ലാ സമ്മേളനം കൊയിലാണ്ടി ദേവിവിലാസം ഓഡിറ്റോറിയത്തിൽ നടന്നു.
മിനിമം സേവന വേതനം നിശ്ചയിക്കുക, പെൻഷൻ ആനുകൂല്യങ്ങൾ, ജോലിസ്ഥിരത ഉറപ്പുവരുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തിയ സമ്മേളനം ടി ദാസൻ MLA ഉദ്ഘാടനം ചെയ്തു. ആശാവർക്കർമാരെ സർക്കാർ ജീവനക്കാരായി അംഗീകരിക്കണമെന്ന് ആശാ വർക്കേഴ്സ് CITU ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. NB നിഷാദ് അധ്യക്ഷത വഹിച്ചു. P ഗോപാലൻ, അഡ്വക്കേറ്റ് തുളസി, PP പ്രേമ, ശ്യാമള, സാഹിറ, A സുകുമാരി, KM മൂത്തോറൻ, KK മുഹമ്മദ്, P വിഷ്യൻ, സീതാലക്ഷ്മി എന്നിവർ സംബന്ധിച്ചു. ജില്ലാ ഭാരവാഹികളായി NP നിഷ പ്രസിഡന്റ്, PP പ്രേമ സെക്രട്ടറി, ഷീജ ഉദയൻ ഖജാൻജി എന്നിവരെ തിരഞ്ഞെടുത്തു. ഇനി ക്ഷേത്രവിശേഷങ്ങളിലേക്ക്. കലിയുഗവരദനായ ശ്രീ ധർമ്മശാസ്താവിന്റെ പ്രീതിക്ക് വേണ്ടി അരീക്കോട് ശ്രീ സാളിഗ്രാമ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ 46ാമത് അഖണ്ഡനാമ യജ്ഞവും അഖണ്ഡ പുഷ്പാഞ്ജലിയും നടന്നു. തുടർച്ചയായി ഉദയം മുതൽ അടുത്ത ഉദയം വരെ 24 മണിക്കൂർ നാമം ചൊല്ലി നൃത്തം ചെയ്യുന്നതിനെയാണ് അഖണ്ഡനാമയജ്ഞം എന്ന് പറയുന്നത്. 4 വരെയുള്ള നാമത്തിന്റെ ഓരോ ഇടവേളയിലും പൂജാരി കോവിലിനുള്ളിൽ പുഷ്പാഞ്ജലിയും നടത്തും. വട്ടത്തിലാണ് നൃത്തം ചെയ്യുന്നത്. ഇതിനു നടുവിൽ പീഠത്തിൽ നാരദന്റെ പ്രതീകമായി ഒരാളിരിക്കുന്നു. ഇതിനു ചുറ്റും നിന്നാണ് നൃത്തം ചെയ്യുന്നത്. മഹിഷാസുരവധം ദേവലോകത്തെ അറിയിച്ച നാരദനു ചുറ്റും ദേവന്മാർ ആനന്ദ നൃത്തം ചെയ്യുന്നതിന്റെ ഓർമ്മ പുതുക്കലാണ് അഖണ്ഡനാമയജ്ഞത്തിലൂടെ നടക്കുന്നത്. അഖണ്ഡനാമയജ്ഞത്തിൽ സ്ത്രീകളും പുരുഷന്മാരുമടക്കം നിരവധി പേർ പങ്കെടുക്കും. മലപ്പുറം ജില്ലയിലെ രാമപുരം ക്ഷേത്രത്തിലാണ് ആദ്യമായി അഖണ്ഡനാമം ഉണ്ടായിരുന്നത്. അതിനുശേഷം കീഴ്ശ്ശേരിയിൽ ആരംഭിച്ചു. തുടർന്ന് മുതുവല്ലൂർ ക്ഷേത്രത്തിൽ, അതിനുശേഷമാണ് സാളിഗ്രാമ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ആരംഭിച്ചത്. ഇത് 46ാം തവണയാണ് ക്ഷേത്രത്തിൽ അഖണ്ഡനാമം നടക്കുന്നത്. ബ്രഹ്മശ്രീ കിഴക്കുംപാട്ടില്ലത്ത് ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ അഖണ്ഡ പുഷ്പാഞ്ജലിയും വിളയിൽ അയ്യപ്പൻ ഗുരുസ്വാമിയുടെ നേതൃത്വത്തിൽ അഖണ്ഡനാമയജ്ഞവും നടന്നു. അഖണ്ഡനാമയജ്ഞ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന അഖണ്ഡനാമയജ്ഞത്തിലും പുഷ്പാഞ്ജലിയും നിരവധി ഭക്തന്മാർ പങ്കെടുത്തു. നടുവട്ടം വെള്ളായിക്കോട് ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുന്ന ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ ഭാഗമായി രുക്മിണി സ്വയംവര ഘോഷയാത്ര നടത്തി. 100 കണക്കിന് സ്ത്രീ ഭക്തജനങ്ങൾ പങ്കെടുത്തു. കല്ലംവള്ളി നാരായണൻ നമ്പൂതിരി, കല്ലംവള്ളി ജയൻ നമ്പൂതിരി എന്നിവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന സപ്താഹ യജ്ഞത്തിന് 8-ന് സമാപനമാകും. ജില്ലാ വാർത്തകൾ ചുരുക്കത്തിൽ. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. ഐഡിയൽ അസോസിയേഷൻ ഫോർ മൈനോറിറ്റി എഡ്യൂക്കേഷൻ സഹോദയ സ്കൂൾ കോംപ്ലക്സിന്റെ 6ാമത് ജില്ലാ കലോത്സവം ഡിസംബർ 9, 10 തീയതികളിൽ എരഞ്ഞിപ്പാലം മർക്കസ് ഇന്റർനാഷണൽ സ്കൂളിൽ നടക്കും. ജില്ലയിലെ 40 വിദ്യാലയങ്ങളിൽ നിന്ന് 2000-ൽ പരം കലാകാരന്മാർ പങ്കെടുക്കും. കലോത്സവം 9-ന് കാലത്ത് 9 മണിക്ക് KN കുഞ്ഞഹമ്മദ് ഉദ്ഘാടനം ചെയ്യും. നരിക്കുനി ബൈത്തുൽ ഇസയുടെ 20ാം വാർഷികത്തോടനുബന്ധമായി സ്ഥാപനങ്ങളുടെ ശില്പിയും പ്രസിഡന്റുമായിരുന്ന പറന്നൂർ PP മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാരുടെ സ്മരണക പ്രസിദ്ധീകരിക്കും. പ്രകാശന കർമ്മം ഡിസംബർ 10-ന് ചൊവ്വാഴ്ച വൈകുന്നേരം 3 മണിക്ക് കോഴിക്കോട് ടൌൺഹാളിൽ നടക്കും. പരിപാടികൾ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ സ്മരണിക പ്രകാശനം ചെയ്യും. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗം പ്രസിഷൻ മെസോ മൈക്രോ ആൻഡ് നാനോ എഞ്ചിനീയറിംഗിൽ കോപ്പൺ 8th എഡിഷൻ അന്താരാഷ്ട്ര സമ്മേളനം സംഘടിപ്പിക്കുന്നു. ഡിസംബർ 13 മുതൽ 15 വരെ NIT-യിലാണ് സമ്മേളനം നടക്കുന്നത്. 13-ന് ഡോക്ടർ CG കൃഷ്ണദാസ് നായർ ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തിന്റെ ഭാഗമായി മെഷീനറി പ്രദർശനവും പുസ്തകമേളയും സംഘടിപ്പിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചക്കിട്ടപ്പാറ ഖനനവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശ്വാസയോഗ്യമായ അന്വേഷണം ആവശ്യമാണെന്ന് KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല. ഖനനാനുമതി റദ്ദാക്കിയത് സ്വാഗതാർഹമെന്നും ചെന്നിത്തല. സർവീസിൽ നിന്നും വിരമിക്കുന്ന സൈനികർ സംരംഭകരാകണമെന്ന് മന്ത്രി KP മോഹനൻ. സംസ്ഥാനതല സായുധ സേന പതാക ദിനാചരണം കോഴിക്കോട്ട്. പരിസ്ഥിതി സംഘടനകളുടെ പേര് പറഞ്ഞ് വിദേശ ഫണ്ട് കൈപ്പറ്റുന്നവരാണ് പശ്ചിമഘട്ട സംരക്ഷണവാദം ഉന്നയിക്കുന്നതെന്ന് പിണറായി വിജയൻ. ജില്ലാ വാർത്തകളുടെ ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കല്യാൺ സാരീസ്, അരയിടത്ത് പാലം, കോഴിക്കോട്.